അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വീഡിയോയുടെ തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കിച്ചടിയാണ്. വെണ്ടയ്ക്ക കിച്ചടി. സാധാരണ നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക പച്ചടിയാണ്, പക്ഷെ ഇടയ്ക്ക് കിച്ചടി ഉണ്ടാക്കും. സദ്യ എന്ന് പറയുമ്പോൾ എല്ലാം വേണ്ടേ, പച്ചടിയും കിച്ചടിയും ഓലനും കാളനും എല്ലാം ചേർന്നാലല്ലേ സദ്യ ഉള്ളൂ. പിന്നെ നമ്മുടെ പായസവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ബീട്രൂട്ട് കിച്ചടിയുടെ വീഡിയോ ചെയ്തിരുന്നു. അത് ഒട്ടും തന്നെ കുക്കിംഗ് ഇല്ലാത്ത രീതിയിലുള്ള കിച്ചടി ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുക്കിംഗ് ഒക്കെ ഉണ്ട്, എങ്കിലേ അത് കറക്റ്റ് ആവുള്ളൂ, ടേസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. വെണ്ടയ്ക്ക നമ്മൾ കുക്ക് ചെയ്യാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ആ ബീട്രൂട്ട് കിച്ചടിയിൽ വറവ് ചേർക്കാതെയാണ് ചെയ്തത്. ഇതിൽ വറവൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുക. വേറെ അധികം വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓരോന്നും ആ ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ വ്യത്യാസങ്ങളിലാണല്ലോ നമ്മുടെ റെസിപ്പികളെല്ലാം വ്യത്യാസം വരുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക കിച്ചടി എന്തായാലും എല്ലാവരും ഈ പ്രസ്ത ഓണസദ്യയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ സദ്യ റെസിപ്പികളുടെ പ്ലേലിസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സദ്യ റെസിപ്പികളുടെയും വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ പായസത്തിന്റെ ആണെങ്കിലും മോരുകറിയുടെ ആണെങ്കിലും തോരന്റെ ഒക്കെ ആണെങ്കിലും ഓരോന്നിനും പ്ലേലിസ്റ്റ് വേറെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ നീതാസ് ടേസ്റ്റ്ലാൻഡ് തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോരൻ റെസിപ്പീസ് വരും. മെഴുക്കുരുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും മെഴുക്കുരുട്ടി റെസിപ്പീസ് വരും. ഇപ്പോൾ നീതാസ് ടേസ്റ്റ്ലാൻഡ് പായസം റെസിപ്പീസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പായസത്തിന്റെ പ്ലേലിസ്റ്റ് വരും. അങ്ങനെ എല്ലാ റെസിപ്പീസും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പീസും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചിരവിയത്, ഒരു 1/4 ടീസ്പൂൺ കടുക്, 3 പച്ചമുളകും 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ തൈര്, കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് മുറിച്ചെടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി തുടച്ച് ഒട്ടും തന്നെ നനവില്ലാതെ എടുത്തിരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ വെണ്ടയ്ക്കയിൽ നനവുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും, അതുപോലെ തന്നെ തമ്മിൽ ഒട്ടുകയും ചെയ്യും. അപ്പോൾ വെണ്ടയ്ക്ക എടുത്തിട്ട് വെണ്ടയ്ക്കയുടെ ഈ തുമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയൊരു കനത്തിൽ മുറിച്ചെടുക്കുക. ഒരുപാട് തിക്കായിട്ട് വേണ്ട, അധികം തിന്നായിട്ട് വേണ്ട. നമുക്ക് ഫ്രൈ ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ ഇതുപോലെ കനം കുറച്ച് മുറിക്കുന്നത്. കൂടുതൽ തിക്കായിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈയിങ് ടൈം കൂടുതലായിപ്പോവും. അപ്പോൾ നമ്മളെപ്പോഴും വെണ്ടയ്ക്ക എടുക്കുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുരുട്ടിയിൽ പറഞ്ഞതുപോലെ ഇളയ വെണ്ടയ്ക്ക എടുക്കുക. മൂപ്പ് കൂടിയ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ എന്താ ഇപ്പോൾ കട്ട് ചെയ്ത് ഈ ഒരു തുമ്പ് വന്നപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുഴുവൻ വെണ്ടയ്ക്കയും കട്ട് ചെയ്തെടുക്കുക. വെണ്ടയ്ക്ക മുറിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെണ്ടയ്ക്കയുടെ മൂപ്പ് എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ ഈ അടിഭാഗം വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ ഒന്ന് ഒടിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ഇളയ വെണ്ടയ്ക്ക ആയിരിക്കും. ഇതാണ്ടോ, ഇല്ലെങ്കിൽ മൂപ്പ് കൂടി വെണ്ടയ്ക്ക ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ വെണ്ടയ്ക്ക എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വെണ്ടയ്ക്ക തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്ക മുഴുവൻ മുറിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മുഴുവൻ നമ്മൾ മുറിച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നമ്മുടെ അരപ്പിൽ നമ്മൾ ഉപ്പ് വേറെ ചേർക്കുന്നതാണ്, അതുകൊണ്ട് വെണ്ടയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചോളും. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചടിയുടെ കളർ മാറിപ്പോവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് വെണ്ടയ്ക്ക ഫ്രൈ ആണെങ്കിൽ. അപ്പോൾ വെണ്ടയ്ക്കയ്ക്ക് എരിവുണ്ടാകാനായിട്ട് നമുക്ക് പച്ചമുളകും കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ അരപ്പിൽ നമ്മൾ പച്ചമുളക് ചേർക്കും. അപ്പോൾ നമ്മുടെ കിച്ചടിക്ക് എരിവ് ഉണ്ടായിക്കോളും. ഇപ്പോൾ വെണ്ടയ്ക്ക ഇവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് അരച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അധിക ദിവസം വയ്ക്കുന്ന കറിയൊന്നുമല്ല, ഉടനെ തന്നെ ഉപയോഗിച്ച് തീർക്കുന്ന കറിയാണ്. അതുകൊണ്ട് വളരെ കുറച്ച് തേങ്ങ അരച്ചാൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്. എരിവിനായിട്ട് ഞാനിപ്പോൾ 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും, നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കുക. ഇനി തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ അരിഞ്ഞു കിട്ടാൻ എത്ര തൈര് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തൈര് ആഡ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ
നമ്മുടെ തേങ്ങയും കടുകും എല്ലാം ചേർത്ത് അരച്ചെടുത്തു. ഫൈൻ പേസ്റ്റായിട്ട് അരയേണ്ട ആവശ്യമില്ല. കിച്ചടി ആകുമ്പോൾ നമ്മുടെ മോരുകറി പോലെ അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് കുറച്ച് അരഞ്ഞാലും കുഴപ്പമില്ല. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള മിക്സിംഗ് ഒക്കെ ലാസ്റ്റാണ് മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരപ്പിലേക്ക് തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. വെണ്ടയ്ക്ക നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാം ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെണ്ടയ്ക്കയ്ക്ക് കുറച്ച് എരിവ് കിട്ടാനായിട്ട് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലേക്ക്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചേർത്താൽ നന്നായിരിക്കും. ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക നമ്മൾ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം. എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ഫ്രൈ ആയി വരണ്ടേ. നമ്മുടെ എല്ലാ കറികളിലും നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ ചേർക്കാറില്ല. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് പോർഷനായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സദ്യ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. ചെറിയ ക്വാണ്ടിറ്റി ഫ്രൈ ചെയ്ത് കുറേ സമയം പോവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ വെച്ചിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, വെണ്ടയ്ക്ക കറക്റ്റായിട്ട് കുക്കാവില്ല. അപ്പോൾ പൊട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ആക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടി നിൽക്കുന്ന വെണ്ടയ്ക്കൊക്കെ വിട്ട് വന്നോളും. പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഇളക്കി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെണ്ടയ്ക്ക അവിടെ ഇരുന്ന് ഫ്രൈ ആയിക്കോട്ടെ. നമുക്ക് ഈ ബബിൾസ് ഒന്ന് കുറഞ്ഞു തുടങ്ങുന്നതനുസരിച്ച് ഇളക്കി അടുത്ത സൈഡിലേക്ക് ആക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഇത് കണ്ടോ, ആദ്യത്തെ ആ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അടുത്ത സൈഡിലേക്ക് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. നമ്മുടെ വീഡിയോയിൽ ആരും കമൻസ് ഒന്നും പറഞ്ഞില്ലായിരുന്നു ആ രീതിയിൽ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്നും. എല്ലാവരും നല്ല ഈസി റെസിപ്പി എന്ന് മാത്രമേ കമൻറ്റ് ചെയ്തുള്ളൂ. ലിജിത മാത്രമാണ് നമ്മുടെ കിച്ചടി ഉണ്ടാക്കിയിട്ട് ഫോട്ടോ അയച്ചു തന്നത്. അപ്പോൾ എന്തായാലും ഫോട്ടോ അയച്ചു തന്നതിൽ ലിജിത വളരെ സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളെല്ലാ റെസിപ്പികളും ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തരാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. അപ്പോൾ അത് നമ്മൾ ഒട്ടും കുക്ക് ചെയ്യാത്ത രീതിയിലുള്ള കിച്ചടിയാണ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറവ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക കുക്ക് ചെയ്യാതെ കഴിക്കാമെന്ന് വെച്ചാൽ ബീട്രൂട്ട് പോലെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റിയ രീതിയല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തിട്ട് തന്നെ ചെയ്യുക. പിന്നെ ആ സെയിം രീതിയിൽ തന്നെ നമുക്ക് ക്യാരറ്റും കിച്ചടി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ബീട്രൂട്ട് കിച്ചടി ചെയ്ത രീതിയിൽ തന്നെ. അപ്പോൾ ഞാനതിൻ്റെ റെസിപ്പി ഇപ്പോൾ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഓണം സദ്യയിൽ ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ എളുപ്പത്തിലുള്ള റെസിപ്പികൾ സദ്യയുടെ അന്നത്തേക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓണത്തിന് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറേ കറികളൊന്നുമില്ല, വളരെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കുള്ളൂ. ചിലപ്പോൾ സാമ്പാർ തന്നെ ഉണ്ടാക്കിയില്ല എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ സാമ്പാറും പുളിശ്ശേരിയും എല്ലാം കഴിക്കാൻ ആളും വേണ്ടേ. എന്താണെന്ന് വെച്ചാൽ അടുത്ത ദിവസം കല്യാണമാണ്. പിറ്റേ ദിവസം തന്നെ ഓണം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ചിറ്റയുടെ വീട്ടിലേക്ക് പോകും രാവിലെ തന്നെ. പിന്നെ വൈകിട്ടേ വരുള്ളൂ. ഇനി ഓണത്തിൻ്റെ അന്ന് പോവോ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പം അതനുസരിച്ച് അധികം കറികളൊന്നും ഇല്ലാതെയാണ് ഓണസദ്യ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇനി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കളർ മാറുന്നതനുസരിച്ച് വെണ്ടയ്ക്ക എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ കുക്കായ വെണ്ടയ്ക്കൊക്കെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ്. വെണ്ടയ്ക്ക നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താലേ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ 1/4 കിലോ വെണ്ടയ്ക്ക എന്ന് പറഞ്ഞത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എത്ര പേർക്ക് സെർവ് ചെയ്യാനാണെന്നുള്ളതനുസരിച്ച് വെണ്ടയ്ക്കയുടെ അളവ് തീരുമാനിക്കുക. പിന്നെ കിച്ചടി പച്ചടിയൊക്കെ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ നമുക്ക് സദ്യയിൽ വിളമ്പാൻ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത ബാച്ച് വെണ്ടയ്ക്കയും ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക മുഴുവൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ലാസ്റ്റ്. ഇപ്പോൾ ഇത് നമ്മുടെ വെണ്ടയ്ക്ക മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും 3 തണ്ട് കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കറിയിലേക്ക് വറവ് ചേർക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ബൗളെടുക്കുക. ബൗളിലേക്ക് നമ്മളെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ആദ്യം ചേർക്കാം. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാടായി പോരുത് ഉപ്പ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കയ്ക്ക് ഉപ്പുള്ളതാണ്. വെണ്ടയ്ക്ക ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് മിക്സായി വരും അരപ്പിലേക്കും തൈരിലേക്കും ഒക്കെ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർക്കാൻ. ഇതിലേക്ക് നമുക്ക് കട്ട ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. അപ്പോൾ നമ്മൾ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് തൈര് ആവശ്യമില്ല, കുറച്ച് തൈര് മതി കേട്ടോ. ആ കിച്ചടിയുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ ആവശ്യമായിട്ടുള്ള തൈര് ചേർക്കുക.
ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ആദ്യം അരച്ചതും കൂടി ചേർത്ത്. പുളി കുറവാണ് കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. കട്ടിയായിട്ടുള്ള തൈരാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മിക്സായി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ വേഗം തന്നെ മിക്സായി കിട്ടും. ഈ മിക്സ് നമുക്ക് നേരത്തെ റെഡിയാക്കി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ സദ്യ വിളമ്പുന്നതിന് 1 മണിക്കൂർ മുന്നേ ആണെങ്കിൽ റെഡിയാക്കി വയ്ക്കാം. പക്ഷേ ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് വെണ്ടയ്ക്ക ചേർക്കാൻ പോവാണ്. കുറച്ച് വെണ്ടയ്ക്ക മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. കണ്ടോ? ഇനി ഇതിലേക്ക് നമ്മൾ വറവും കൂടി ചേർത്താൽ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി റെഡിയാവും. ഞാനപ്പോൾ കുറച്ച് കടുകും കറിവേപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്യട്ടെ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിതൊന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റട്ടെ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ബൗളിൽ തന്നെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങ് ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ വേറെ ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി സെർവിങ് ബൗളിലേക്കൊക്കെ മാറ്റി. എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയില്ലേ? കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളെല്ലാവരും ഈ ഓണത്തിന് വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കിയിട്ട് സദ്യ കഴിക്കും കേട്ടോ. ഞങ്ങൾ വെണ്ടയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സദ്യ റെസിപ്പികളെല്ലാം നേരത്തെ ചെയ്യല്ലേ. പായസങ്ങളൊക്കെ നേരത്തെ ചെയ്തു, എല്ലാ റെസിപ്പികളും നേരത്തെ ചെയ്യാണ്. ഇനിയിപ്പോൾ ഓണത്തിന് ഞാൻ വീണ്ടും കുറച്ച് റെസിപ്പികളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസി വെണ്ടയ്ക്ക കിച്ചടി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.